വളരെ പ്രതീക്ഷയോടെ തിരുവചനത്തിന് മുമ്പിലായിരിക്കാം. രാത്രി ദൈവവചന ചിന്തകൾക്ക് വേണ്ടി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രത്യേകിച്ചും 16-ാമത്തെ വാക്യം, ലൂക്ക് ചാപ്റ്റർ 14 വേഴ്സസ് 16, 14-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ. ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ച് ആ ക്ഷണിച്ചവരോട്, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട്, ഞാൻ ഒരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടുന്ന ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിലെ സന്ദേശത്തിന് ഞാനൊരു തലക്കെട്ട് കൊടുത്താൽ ഒറ്റ വാക്കിൽ പറയും, എ ഫീസ്റ്റ് ഫോർ വൈസ് മെൻ. ജ്ഞാനികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വിരുന്ന്. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ജ്ഞാനികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വിരുന്ന്. സ്തോത്രം. ബൈബിൾ ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ അഴകിൻ്റെയോ നിറത്തിൻ്റെയോ പേരിൽ ആരെയും മാറ്റി നിർത്തുന്ന പുസ്തകമല്ല. ബൈബിളിൽ 2 കൂട്ടം ആളുകളെ ഉള്ളൂ. ഒന്നാമത്തെ കൂട്ടർ ബുദ്ധിയുള്ളവർ, രണ്ടാമത്തെ കൂട്ടർ ബുദ്ധിഹീനർ. സ്തോത്രം. നമുക്കറിയാം, ബുദ്ധിയുള്ളവൻ, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാകും. സ്തോത്രം. ബുദ്ധിയുള്ള കന്യകമാർ വിളക്കോടുകൂടെ പാത്രത്തിലും എണ്ണ എടുത്തു. അപ്പോൾ അവന് സുബോധം വന്നിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ബൈബിളിൽ 2 കൂട്ടം മനുഷ്യരേ ഉള്ളൂ. ഒന്ന് ബുദ്ധിയുള്ളവരും, മറ്റൊന്ന് ബുദ്ധിയില്ലാത്തവരും. ഈ രാത്രി എൻ്റെ സന്ദേശം അതാണ്, ജ്ഞാനിയായ മനുഷ്യന് വേണ്ടി ഒരുക്കപ്പെട്ട വിരുന്ന്. ഈ ഭാഗമൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം എന്ന് മാത്രമല്ല, സുവിശേഷങ്ങളുടെ എല്ലാം പ്രമേയം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്, അല്ലേ? യേശു ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വലുതും ചെറുതുമായ 150 സംഭവങ്ങളാണ് 4 സുവിശേഷ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു പറഞ്ഞ 43 ഉപമകളും അവിടുത്തെ ജനനവും ഉയർപ്പും ഉൾപ്പെടെ 40ഓളം അത്ഭുതങ്ങളും അടങ്ങിയ 150 സംഭവങ്ങളാണ് 4 സുവിശേഷ പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 4 സുവിശേഷ പുസ്തകങ്ങളിൽ യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന 180 സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠിപ്പീര് എന്തായിരുന്നു? അത് ദ കിങ്ഡം ഓഫ് ഹെവൻ, ദൈവരാജ്യം. ദൈവരാജ്യം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ 13 ഉപമകളാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് സാധാരണക്കാരിൽ സാധാരണക്കാരായ തൻ്റെ കേൾവിക്കാരോട് പറഞ്ഞത്. ദൈവരാജ്യം എന്ന വിഷയം അത് തെളിയിക്കുവാൻ 13 ഉപമകൾ. ഇനി ഈ 13 ഉപമകളെ നമുക്ക് വീണ്ടും വ്യാഖ്യാനിക്കാൻ പറ്റും. ഈ 13 ഉപമകൾ കിങ്ഡം ഓഫ് ഹെവൻ, ദൈവരാജ്യം സംബന്ധിച്ച് പറഞ്ഞതാ. അതിനകത്ത് 5 ഉപമകൾ, ഈ 13 ഉപമകളുടെ അകത്ത് 5 ഉപമകൾ റിലേറ്റഡ് ടു അഗ്രികൾച്ചർ, കൃഷിയുമായി ബന്ധപ്പെട്ട് 5 ഉപമകൾ യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ 4 ഉപമകൾ റിലേറ്റഡ് ടു മണി, പൈസയുമായി ബന്ധപ്പെട്ടാണ് ദൈവരാജ്യം സംബന്ധിച്ച 4 ഉപമകൾ യേശു പറഞ്ഞത്. അടുത്ത 2 ഉപമകൾ റിലേറ്റഡ് ടു ഫീസ്റ്റ്, വിരുന്നുമായി ബന്ധപ്പെട്ടാണ് യേശു പറഞ്ഞത്. പിന്നെ ഒരു ഉപമ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് യേശു പറഞ്ഞത്. മറ്റൊരു ഉപമ ഭക്ഷണം പാകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് യേശു പറഞ്ഞത്. അപ്പം ദൈവരാജ്യം സംബന്ധിച്ച് മൊത്തം 13 ഉപമകൾ, 5 കൃഷിയുമായി ബന്ധപ്പെട്ട്, 4 കേട്ടില്ലായിരുന്നു, പൈസയുമായി ബന്ധപ്പെട്ട്, 2 സദ്യ അഥവാ വിരുന്നുമായി ബന്ധപ്പെട്ട്, 1 മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട്, മറ്റൊരെണ്ണം ഭക്ഷണം പാകം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ 13 ഉപമകൾ. ഈ വിരുന്നുമായി ബന്ധപ്പെട്ട് ദൈവരാജ്യം സംബന്ധിച്ച് യേശു 2 ഉപമകളാണ് പറഞ്ഞത്. അതിനകത്ത് ഒരു ഉപമയാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചത്. ബുദ്ധിമാന് വേണ്ടി ഒരുക്കപ്പെട്ട
വിരുന്ന്. ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ വിഷയത്തിനൊക്കെ യഹൂദ വിവാഹവുമായിട്ട് വലിയ ബന്ധമുണ്ട്, യഹൂദ കൾച്ചറുമായിട്ട് വലിയ ബന്ധമുണ്ട്. നമുക്കറിയാം, ഈ വാക്യത്തിനെന്ന് മാത്രമല്ല ബൈബിളിനെ ഒട്ടുമിക്ക വാക്യങ്ങൾക്കും യഹൂദ സംസ്കാരവുമായിട്ട് എന്തുണ്ട്? ബന്ധമുണ്ട്. എന്നെ ബൈബിളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു വാക്യമാണ്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. തമിഴ് ബൈബിളിൽ എങ്ങനെയാ പറയുന്നത്? മഹിമയിന്മേൽ മഹിമയടന്ന് ദേവസായലായി മാറും. അപ്പം ഈ വാക്യം ഇതുപോലെ യഹൂദ അതേ പശ്ചാത്തലവുമായി ബന്ധമുള്ള വേറൊരു വാക്യം ബൈബിളിൽ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. യഹൂദ വിവാഹവുമായിട്ടാണ് ആ വാക്യത്തിന് ബന്ധമുള്ളത്. യഹൂദ വിവാഹത്തിന് രണ്ട് വശങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ഘട്ടത്തിന്റെ പേരാണ് യെറൂസിൻ. യെറൂസിൻ എന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയമെന്നാണ് നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ. ഈ വിവാഹ നിശ്ചയത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരു മണവാളൻ ഒരു സ്ഥലത്തു നിന്ന് വന്ന് ഒരു സ്ത്രീയെ ഇഷ്ടപ്പെടുകയാണ്, അവളെ തന്നെ മണവാട്ടിയായിട്ട് സ്വീകരിക്കുകയാണ്. മണവാട്ടിയായി സ്വീകരിക്കുന്നവളോട് അവൻ ഉറപ്പ് നൽകുന്നു. എങ്ങനെ ഉറപ്പ് നൽകുന്നത്? വാക്കുകൊണ്ട് ഉള്ള ഉറപ്പിനപ്പുറത്ത് അവന്റെ അധ്വാനത്തിൽ നിന്നൊരു വിഹിതമെടുത്ത് അവളുടെ കയ്യിലേക്ക് അവൻ കൊടുക്കുക. എന്നിട്ട് അവളോടായി പറയുക, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, അത് നമുക്കൊന്നിച്ച് പാർക്കുവാൻ ഞാനൊരു വീടൊരുക്കാൻ പോവുകയാണ്. എന്ന് വീടിന്റെ പണി തീരുവോ അന്ന് നിന്നെ ചേർക്കാനായിട്ട് ഞാൻ വരും. അങ്ങനെ വീടിന്റെ പണി തീരുമ്പോൾ ചേർക്കാൻ വരുമെന്ന് പറഞ്ഞ് അവൻ അധ്വാനിച്ചതിൽ നിന്നൊരു വിഹിതമെടുത്ത് വരുമെന്നതിൻ്റെ ഉറപ്പായിട്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നമുക്കറിയാം, ആ ദ്രഹ്മയുടെ ഒക്കെ കഥ അതാ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? അവളുടെ മുഖത്തൊരു മൂടുപടം ഇടും. എന്നിട്ട് അവളോടായി പറയും, ഈ മൂടുപടത്തിന്റെ കീഴിൽ നീ പ്രത്യാശയോടെ പാർക്ക്. എന്തിനാ? വീട് പണി തീർത്തുവെച്ച് ഞാൻ നിന്നെ ചേർക്കാൻ വരും. അന്ന് നടക്കുന്ന ആ വിവാഹത്തിന്റെ പേരാണ് നിസ്യൂൻ. നമുക്കറിയാം, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മുടെ വേർപെട്ട സഭകളിലെ അടക്കാരാധനകളിൽ ഈ ദൈവദാസന്മാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താ ചെയ്യുന്നത്? ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം പറയും. എന്താ പറയുന്നത്? ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വന്ന് ഈ ആളിന്റെ മുഖം മൂടാൻ പറയും, അല്ലെ? അപ്പൊ മുഖം മൂടുമ്പോ രക്ഷിക്കപ്പെട്ട ചാൻ, സ്നാനപ്പെട്ട ചാൻ, വേർപെട്ട ചാൻ, ഇന്നലെ മുതൽ ഇന്നലെ വരെ നമ്മുടെ കൂടെ ആരാധിച്ച പ്രിയപ്പെട്ടവൻ, അദ്ദേഹം പറയാതെ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താ പറയുന്നത്? ഇന്നലെ വരെ ഞാൻ നിങ്ങളുടെ കൂട്ടുവിശ്വാസിയായിരുന്നു, കഴിഞ്ഞ നിമിഷം വരെ നിങ്ങളുടെ കൂടെ ആയിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് ഞാനിപ്പം ഭൂമിയിലെ സകല ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഭർത്താവ് എന്ന ഉത്തരവാദിത്വം, മകൻ എന്ന ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ദൈവപൈതൽ എന്ന ഉത്തരവാദിത്വം, ഈ ഭൂമിയിലെ സകല ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചിട്ട് മുഖം മൂടി അണിഞ്ഞ് മൂടുപടം അണിഞ്ഞ് ആ മണവാളൻ പണിതേച്ച് വീട് പണിതേച്ച് വരുമ്പോ അന്ന് ആ സ്വരം കേൾക്കുമ്പോ എത്ര ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട്. അത് തന്നെയല്ലേ വചനം പറയുന്നത്? കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായിട്ട് രൂപാന്തരപ്പെടും, ജീവനോടിരിക്കുന്ന ഭക്തന്മാർ ചേർന്ന് പറ പ്രിയപ്പെട്ടവരെ തേജസ്കരിക്കപ്പെടും. അപ്പം മണവാളന്റെ വരവ് പ്രതീക്ഷിച്ച് കോടാകോടി വിശുദ്ധന്മാർ കല്ലറയിലിരിക്കുക. നമുക്കറിയാം, കാഹളം ധ്വനിക്കുന്ന ആ ദിവസം അന്ന് മൂടുപട ഉയരും, അല്ലെ? അന്ന് നമ്മുടെ നിസ്യൂ നടക്കും. ഇത് തന്നെയാണ് ഇവിടെ പറയുന്ന വചനത്തിന്റെയും പശ്ചാത്തലം. യഹൂദ വിരുന്നിന് രണ്ട് ഘട്ടമുണ്ട്. ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് വിരുന്നിനെ കുറിച്ചുള്ള അറിയിപ്പാണ്. അതാണ് പ്രവാചകന്മാരിലൂടെ ദൈവം ചെയ്തത്. രണ്ട്, വിരുന്നൊരുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ വിളംബരം നടക്കും. ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചുള്ള വിളംബരം. സത്യത്തിൽ സുവിശേഷ യോഗങ്ങളിൽ സംഭവിക്കേണ്ടത് അതാ. രക്ഷയെക്കുറിച്ചുള്ള വിളംബരം, പാപമോചനത്തെ കുറിച്ചുള്ള വിളംബരം, നിത്യജീവനെ കുറിച്ചുള്ള വിളംബരം, ക്രിസ്തു ജീവിതത്തിൽ വ്യാപരിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളെ കുറിച്ചുമുള്ള വിളംബരം. നിർഭാഗ്യവശാൽ സുവിശേഷ യോഗങ്ങൾ മറ്റൊന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ദൈവമക്കൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ യോഗങ്ങളിൽ നടക്കേണ്ടത് മുഴുവൻ എന്താണ്? വിളംബരങ്ങളാണ്. അപ്പൊ ഈ വിളംബരങ്ങളോട് മനുഷ്യൻ പ്രതികരിക്കുക. മൂന്ന് പ്രതികരണം. ദൈവരാജ്യത്തോടുള്ള മനുഷ്യന്റെ മൂന്ന് നെഗറ്റീവ് കൺസെപ്റ്റുകൾ, മൂന്ന് പ്രതികരണങ്ങൾ. ഒന്നാമത്തവൻ പറയുന്നത് കേട്ടോ, ഞാനൊരു നിലം കൊണ്ടതിനാൽ ചെന്ന് കാണേണ്ടത്
ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണം. എന്താ പറയുന്നത്? ഒന്ന് പറഞ്ഞേ. നിലം കൊണ്ടതിനാൽ ചെന്ന് കാണേണ്ടത് ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണം. ഈ മനുഷ്യനെ കുറിച്ച് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചിന്ത, എന്തെങ്കിലും ഒരു തോന്നല്? നിങ്ങൾ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇന്നിവിടെ വന്നത് അബദ്ധമായി പോയെന്നൊരു ഏതോ ഒരു വല്ലാത്ത തോന്നൽ ഇരിക്കുന്ന പോലൊക്കെ എനിക്ക് തോന്നുന്നു. ഇല്ല, ഓക്കെ ആണല്ലോ? ഓക്കെ, പോട്ട്. വന്നതും വരാത്തതും ഒക്കെ പോട്ട്. ഇത് വായിച്ചിട്ട് എന്തെങ്കിലും തോന്നിയോ? അങ്ങനെങ്ങാണ് എന്തെങ്കിലും ഒരു തോന്നലുണ്ടായിരുന്നേ നമ്മൾ എപ്പോഴേ രക്ഷപ്പെട്ടു പോയനല്ലേ? എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, വചനം വായിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു തോന്നലുണ്ടാകണം. സ്തോത്രം. അപ്പൊ ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോ എനിക്ക് തോന്നിയ ഒന്നാമത്തെ തോന്നല്, നമ്മുടെ നാട്ടുരീതിയൊക്കെ അനുസരിച്ച് അച്ഛാ ഇങ്ങനൊരു മണ്ടനാന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്നാ? നമ്മുടെ നാട്ടില് സ്ഥലം മേടിക്കുന്നത് ആധാരം എഴുതി പേരിക്കൂട്ടി എല്ലാ കരമൊക്കെ അടച്ചു കഴിഞ്ഞാണോ നമ്മൾ സ്ഥലം കാണാൻ പോകുന്നത്? അല്ല, സ്ഥലം കണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും പിന്നെ അമ്മായിപ്പനും അമ്മായിമ്മയ്ക്കും അപ്പനും അമ്മയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലേ പാസ്റ്റർക്ക്, അതൊക്കെ പണ്ട്, ദൈവത്തിന് സ്തോത്രം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളായിരുന്നു. ഇള് പറഞ്ഞ കേട്ടോ, മേടിച്ചത് ഞാൻ കാണാൻ പോവാന്ന്. നമ്മുടെ ശരിക്കും നമ്മുടെ കൺസെപ്റ്റ് പറഞ്ഞ ഇങ്ങനൊരു മണ്ടനാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇളെ കുറിച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യം, എനിക്ക് ദൈവരാജ്യത്തിൽ വരണമെങ്കിൽ എന്തേലുമൊക്കെ ഒന്ന്, ഹലോ, ഇള് പറഞ്ഞ കേട്ടോ, എന്താ? ഐ വാണ്ട് ടു സീ സംതിങ്, എനിക്ക് കാണണം. ശരിക്കും കണ്ടു വിശ്വസിക്കുന്നവരാണോ ഭാഗ്യവാന്മാർ, അതോ കാണാതെ വിശ്വസിക്കുന്നവരാണോ ഭാഗ്യവാന്മാർ? ഉപവാസ പ്രാർത്ഥനയുടെ സമാപന രാത്രിയാണ്. അവരോ അധികം, ശരിക്കും പറഞ്ഞാൽ അവരോട് ചോദിച്ച ചോദ്യങ്ങളോടുള്ള പ്രതികരണമായിരുന്നതെല്ലാം അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ദൈവം എന്ന് വെളിപ്പോൾ അവർ ലജ്ജിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഓരോ കാര്യം പറഞ്ഞ് എബ്രായ സഭയെ ലജ്ജിപ്പിക്കുവാൻ ആ സമൂഹം ശ്രമിക്കുക. അവരോട് ചോദിക്കുക, ഞങ്ങൾക്ക് മോശയുണ്ട്, ഞങ്ങൾക്ക് പ്രവാചകന്മാരുണ്ട്, ഞങ്ങൾക്ക് മനോഹരമായ ആലയമുണ്ട്, ഞങ്ങൾക്ക് മന്നയിട്ട പൊൻപാത്രമുണ്ട്, ഞങ്ങൾക്ക് താമരത്തൊട്ടിയുണ്ട്, ഞങ്ങൾക്ക് അബ്രഹാമിനെ പോലെ പിതാവുണ്ട്, ഞങ്ങൾക്ക് പൗരോഹിത്യമുണ്ട്, ഞങ്ങൾക്ക് അതുണ്ട് ഇതുണ്ട്, നിങ്ങൾക്ക് എന്തോ ഉണ്ട്. അപ്പം പറയാ, ഞങ്ങൾക്ക് കാണത്തക്കതൊന്നുമില്ലെങ്കിലും ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുന്ന ഒരുവനുണ്ട്. He is greater than angels. അവൻ ദൂതന്മാരെക്കാൾ വലിയവനാ, അവൻ അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠനാ. അപ്പൊ തേജോമനായ ദൈവത്തെ കണ്ടറിഞ്ഞ സഭ അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിക്കുക. ആകയാൽ നാമും സാക്ഷിയുടെ വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കണ്ടറിയണം, ദൈവത്തെ കണ്ടാരാധിക്കണം, ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടിറങ്ങണം. ഞാൻ അബ്രഹാമിനോടൊക്കെ ചോദിച്ചു, നിങ്ങളൊക്കെ ദൈവങ്ങളുമായി ബന്ധമുള്ള ആളല്ലേ? ദൈവങ്ങളുമായി ബന്ധമില്ലാത്ത ഒരാളല്ല അബ്രഹാം. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അപ്പനുമൊക്കെ ദൈവങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പൻ ഉണ്ടാക്കുന്ന പല ദൈവങ്ങൾക്കും പേരിടുന്നത് മോനായിരുന്നു. അങ്ങനെ പറയുന്നത്. മെസപ്പൊത്താമിയയിൽ അവർ താമസിക്കുമ്പോൾ അവർ ഹോൾസെയിൽ ബിസിനസ്സുകാരായിരുന്നു. എന്തിൻ്റെ? ദൈവങ്ങളെ ഉണ്ടാക്കുന്നതിൻ്റെ ഹോൾസെയിൽ ബിസിനസ്സുകാർ. അങ്ങനെ ദൈവങ്ങളെ ഉണ്ടാക്കി അവയ്ക്ക് പേരിട്ടുകൊണ്ടിരുന്ന അബ്രഹാം. ആ അബ്രഹാമിനോടാണ് ഇന്നൊരിടപെടൽ നടക്കുന്നത്. ഞാൻ അബ്രഹാമിനോട് ചോദിച്ചു, താങ്കൾ എന്താണ് ഈ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങാൻ കാരണം? അബ്രഹാം എന്നോട് പറഞ്ഞു, ഈ ദൈവം എന്നോട് വിളിച്ചു പറഞ്ഞ 5 വിളികളുണ്ട്. ഇത് 5 കോളിംഗ് ഓഫ് അബ്രഹാം. 5 വിളികൾ. ഒന്നാമത്തെ വിളി ഉൽപ്പത്തി 12:1. എന്താ? കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിനക്കുള്ളതിനെല്ലാം വിട്ട് ചിറങ്ങി പുറപ്പെടണം. കോളിംഗ് ഫോർ സെപ്പറേഷൻ, വേർപെടാനുള്ള വിളി. ഞാൻ ചോദിച്ചു, ദൈവങ്ങളുമായി ഒത്തിരി ബന്ധമുള്ള താങ്കൾ മറ്റുള്ളവരിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് ഈ ദൈവത്തിൽ കണ്ടത്? അബ്രഹാം എന്നോട് പറഞ്ഞു,
ഞാൻ കണ്ട ദൈവത്തിന് 4 പ്രത്യേകതയുണ്ട്. ഈ പോഡിയത്തിന് 4 മൂലയുണ്ട്. ഈ കസറയ്ക്ക് 4 കാലുണ്ട്. ഭൂമിക്ക് 4 ദിക്കുണ്ട്. അബ്രഹാം കണ്ട ദൈവത്തിന് 4 പ്രത്യേകതയുണ്ടായിരുന്നു. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾക്കപ്പുറം അതിജീവനം നടത്താൻ ഒരു ദൈവവേദനെ പ്രേരിപ്പിക്കുന്നത് നാം കണ്ട ദൈവത്തിന്റെ 4 പ്രത്യേകതകളാ. ഈ രാത്രി മറ്റൊന്നും അറിഞ്ഞില്ലേലും എൻ്റെ ദൈവത്തെ കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് വളരെ ലളിതമായിട്ട് ഞാൻ പറയുന്നത്, വെല്ലുവിളികളും പോരാട്ടങ്ങളും നിനക്കും നിന്റെ കുടുംബത്തിനു നേരെ എത്ര ശക്തമായിട്ട് ആഞ്ഞടിക്കുമ്പോഴും നിന്നെ വിളിച്ച ദൈവത്തിന്റെ പ്രത്യേകത നീ അറിയണം. അബ്രഹാം കണ്ട ദൈവത്തിന്റെ 1-ാമത്തെ പ്രത്യേകത അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 1-2 വാക്യം വായിച്ചേ. Acts chapter 7 verses 1 and 2. 7-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. അബ്രഹാം കണ്ട ദൈവത്തിന്റെ 1-ാമത്തെ പ്രത്യേകത. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ നിന്ന് പാർക്കും മുൻപേ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തേജോമയനായ ദൈവം. അപ്പം അബ്രഹാം കണ്ട ദൈവത്തിന്റെ 1-ാമത്തെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ, ഇത് ഗോഡ് ഓഫ് ഗ്ലോറി, തേജോമയനായ ദൈവം. നമ്മെ വിളിച്ച ദൈവമാരാ? നമ്മെ കൈപിടിച്ചിരിക്കുന്ന ദൈവമാരാ? ചേർന്ന് പറ. ഈ രാത്രി പ്രയർ സെന്ററിലുള്ള ദൈവമക്കൾ എല്ലാവരും പറയണം, നമ്പുറത്തെ വീട് പോലെ പത്തല് കൊണ്ട് അടിച്ച് ദൈവത്തിന് സ്തോത്രം വീട്ടിൽ കൊണ്ട് എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ ഭർത്താവ് 18 വർഷം വീട്ടുതടങ്കലിൽ ഇരുത്തി. 18 വർഷം കഴിഞ്ഞ് പുറത്തു വരുമ്പം ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും വകൽ 500-ൽ കൂടുതൽ പേര് ബന്ധിക്കോസുകാരായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി. 35 ഉദ്ദേശിമാരെൻ്റെ കുടുംബത്തിലുണ്ട്. അതിനകത്ത് ഏറ്റവും ഇളയാളായി ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഇങ്ങനെ ഇറങ്ങാനൊരു കാരണമുണ്ട്. ഈ ഷൈച്ചാനൊക്കെ അറിയാമെന്ന എനിക്ക് തോന്നുന്നത്. ഈ തെങ്ങേലിൽ ഒരു ശോശാമാമ ഉണ്ടായിരുന്നു. തമ്പിച്ചാന്റെ കൂടെ അവിടുത്തെ സങ്കേതത്തിൽ താമസിച്ചിരുന്ന ശോശാമാമ കല്യാണം കഴിക്കാത്ത ആളാ. ശോശാമാമ നേരിട്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, മോനെ അനീഷൻ, ഞാനും കുഞ്ഞുഞ്ഞമ്മയും കൂടെ ആരും അറിയാതെ ഒരു ദിവസം കുഞ്ഞുഞ്ഞമ്മയുടെ വീടിന്റെ മുറിക്കകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആശാരുദേശിയുടെ ഒരു പാട്ടുണ്ട്, തകർത്തിടി മുഴക്കം പോലെ പെരുവെള്ളത്തിന് എരച്ചിൽ പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ പാടിക്കൊണ്ടിരിക്കുമ്പോ ഞാനൊരു 15 മിനിറ്റ് ശ്രദ്ധിച്ചു. എന്തോ മേളിൽ ഒരു സ്വരം. എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോ കുഞ്ഞുഞ്ഞമ്മയെ ദൈവാത്മാവ് ഇങ്ങനെ എടുത്ത് ഉത്തരം തുള്ളുവല്ല, ഉത്തരത്തെ മുട്ടി നിന്ന് ആരാധിക്കുക. ഇങ്ങനൊക്കെ തേജസ് ഇറങ്ങിയ കൂട്ടരാ പെന്തിക്കോസുകാര്. ഇന്ന് രാത്രി ഞാൻ പെന്തിക്കോസുകാരുടെ ആരാധനകളുടെ നടുവിലിറങ്ങിയ തേജസ്സിനെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഈ രാത്രി മുഴുവൻ പറഞ്ഞാലും തീരാത്ത അങ്ങനത്തെ അനുഭവങ്ങൾ അനുഭവിച്ചവരല്ലേ നമ്മള്. എവിടെ പോയി? ഇത് കൈയടിച്ചൊതുക്കി, ഇത് പ്രസംഗിച്ചൊതുക്കി, ഇത് അന്യഭാഷ പറഞ്ഞൊതുക്കി. ഇതിനൊക്കെ അപ്പുറത്ത് ഇന്ന് രാത്രികാലം തേജോമനായ ദൈവത്തിന്റെ സാന്നിധ്യം. ചർച്ചഫോർഡിലെ ഒരു അനുഗ്രഹിതനായ കർത്തൃദാസനായിരുന്നു വൈപ്പാപ്പച്ചൻ പാസ്റ്റർ. ഇന്ന് നിത്യതയിൽ അദ്ദേഹം വൈപ്പാപ്പച്ചൻ എന്നോട് പറഞ്ഞ ഒരു അനുഭവം ഉണ്ട്. അതേ കോന്നി വകയാറ് സഭയുടെ പാസ്റ്റർ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ സംഭവിച്ച ഒരു സംഭവം മറ്റൊന്നുമല്ല. ഒരു പാവം പിടിച്ച അമ്മ അവര് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക ഒരു ഷെഡിനകത്ത്. ആ അമ്മയുടെ കൊച്ചുമോന ഇന്ന് കാനഡയിലുള്ള ടിജോ മാത്യു പാസ്റ്റർ അപ്പൻ. അദ്ദേഹം ദൈവത്തിന് സ്തോത്രം, അത് വകയാറുന്ന അത്തിക്കത്ത് വന്ന് താമസിച്ച കുട്ടിമേശ്വരിയാ. ആ കുട്ടിമേശ്വരിയുടെ മോനെ ദൈവം ഇന്ന് ലോകരാജ്യങ്ങളിൽ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കപ്പെടാൻ ഒരു കാരണമുണ്ട്. കാരണം ഇതാ, ഈ അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാർ കണ്ടു ഈ കുടിലിന് തീ കത്തുന്നത്. തീ കെടുത്താനായിട്ട് ആൾക്കാർ വന്നപ്പോൾ തീയല്ല, ഒരമ്മ അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൂരെ നിൽക്കുന്നവർക്ക് അത് എന്തായിട്ട് തോന്നുക? തീയായിട്ട് തോന്നുക. ഇനിയും പറയാനുണ്ട് എനിക്ക്. ഞാൻ ഈ പ്രാവശ്യം മെൽബണിൽ ചെന്നപ്പോൾ കണ്ടു ടിജോയെ.
ടിജോ ആരാന്നറിയാവോ? ഞങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവം ഉപയോഗിച്ച് നിത്യതയിൽ ചേർക്കപ്പെട്ട മീനടൻ ജോയി പാസ്റ്റർ മോന. ഈ നൂണ്ട്യ സഭ 2-3 മരണങ്ങളിൽ ഒത്തിരി പതറി. അതൊന്ന് ഡോക്ടർ ബേബിച്ചാന്റെ മരണമാ, മറ്റൊന്നൊരു സൈമൺ പാസ്റ്റർ മരണമാ, മറ്റൊന്ന് മീനടൻ ജോയി പാസ്റ്റർ മരണമാ. കോട്ടയം മീനടങ്കാരൻ ജോയി പാസ്റ്റർ ഹാർട്ടിന്റെ രോഗിയായിരുന്നു. കർത്താവ് കൊടുത്ത സൗഖ്യ നിമിത്തമാ ജ്ഞാനായ സഭ വിട്ട് താൻ ഇറങ്ങി തിരിച്ചത്. കൊടപ്പനമൂട്ടുള്ള കുഞ്ഞുമൻചാന്റെ പെങ്ങളെയാ വിവാഹം കഴിച്ചത്. അങ്ങനെ വിവാഹിതരായി അവരിങ്ങനെ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിൽ മേലുകാവ് സഭയുടെ പാസ്റ്ററായിട്ടിരിക്കുമ്പോൾ ജോയി പാസ്റ്റർ മൂത്ത മകൾക്ക് 13 വയസ്സും മോന് 8 വയസ്സും പ്രായമുള്ള സമയത്ത് ജോയി പാസ്റ്റർ മരിച്ചു. ജോയി പാസ്റ്റർ മരിച്ചെന്നറിഞ്ഞുകൊണ്ട് സഭക്കാരോട് ആശുപത്രി വന്നു. ആശുപത്രി വന്നപ്പോൾ 8ഉം 13ഉം വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളെ അനാഥമാക്കിക്കൊണ്ട് ജോയി പാസ്റ്റർ മരിച്ച വിവരമാ സഭ അറിഞ്ഞത്. ഈ സമയത്ത് ആ സഭയിലെ ഒരമ്മ പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞങ്ങളുടെ പാസ്റ്ററെ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നിട്ട് നേരെ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് പാസ്റ്ററെ കിടത്തിയിരിക്കുന്ന മുറി കാണണം. കാഷ്വാലിറ്റി ചെന്ന് മുട്ടുകുത്തിയച്ച് ദൈവത്തോട് പറഞ്ഞു, 8ഉം 13ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ അപ്പന ഇപ്പം കൊണ്ടുപോകാൻ പറ്റത്തില്ല. 5 വർഷം കൂടെ തന്നേ പറ്റത്തുള്ളൂ. ചുമ്മാതൊന്നും തരണ്ട. ദൈവത്തോട് പറയാ. ആ പറഞ്ഞ വാക്ക് ടിജോ എന്നോട് പറഞ്ഞതാ. ഔദാര്യത്തിലൊന്നും തരണ്ട. എന്റെ പ്രാണനെ എടുത്തേച്ച് എന്റെ പാസ്റ്റർ ഇങ്ങ് തിരിച്ചു തന്നേ പറ്റത്തുള്ളൂ. ജോയി പാസ്റ്റർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. 5 വർഷം കൂടെ ജീവിച്ചു. പറഞ്ഞ ആന്റി 1 മാസത്തിനകത്ത് ദൈവസന്നിധി ചേർക്കപ്പെട്ടു. ഇങ്ങനത്തെ റിയാലിറ്റികൾ വെളിപ്പെട്ട ഒരു സമൂഹമാ പെന്തിക്കോസ് സഭ, പ്രയർ സെന്റർ സഭയെ. ഇതൊന്നും ഇല്ലെന്നൊന്നും ആരും പറയരുത്. എനിക്കറിയാം ഞങ്ങളെ വിളിച്ചിറക്കിയ ദൈവമാരാ. ഉറക്കെ പറ, the God of glory, തേജോമയനായ ദൈവം. ദൈവത്തെക്കാൾ വലിപ്പം വെച്ച പാസ്റ്റർമാർ ഇന്ന് ഈ സഭയ്ക്കകത്ത് പെരുകുന്നത് കൊണ്ടല്ലേ ദൈവത്തിന്റെ തേജസ്സിന് എവിടോ ഒരു ഷാഡോ നിൽക്കുന്നത്. ഈ രാത്രികാലം ആ നിഴലുകൾക്കപ്പുറത്ത് അവന്റെ മഹത്വം വെളിപ്പെടുന്നത് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഉറക്കെ പറയുന്നേ, തേജോമയനായ ദൈവം. ശബ്ദം ഉയർത്തി പറ, തേജോമയനായ ദൈവം. പ്രതിസന്ധികളുടെ നടുവിൽ പറ, എന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നത് വല്ലാതെ നൊമ്പരപ്പെടുന്ന ചിലർ, വല്ലാതെ മുറിഞ്ഞിരിക്കുന്ന ചിലർ, കർത്തൃദാസൻ ജീവിയും പറഞ്ഞതുപോലെ വല്ലാതെ ചൂളിപ്പോയ ചിലർ, വല്ലാതെ നാണിക്കുന്ന ചിലർ, വല്ലാതെ ലജ്ജിക്കുന്ന ചിലർ, വല്ലാതെ ഒറ്റപ്പെടുന്ന ചിലർ. പക്ഷെ ഈ രാത്രി നീ ഉറക്കെ പറ, 2 കരം ഉയർത്തിപ്പിടിച്ച് ആത്മാവി പറ, എന്നെ വിളിച്ചിറക്കിയവൻ ആരോ? The God of glory. പ്രതിസന്ധികളെ നോക്കി, പോരാട്ടങ്ങളെ നോക്കി, വെല്ലുവിളികളെ നോക്കി, ആകുലതകളെ നോക്കി, ആശങ്കകളെ നോക്കിക്കൊണ്ട് ആത്മധൈര്യത്തോടെ, അഭിഷേകത്തോടെ, ദൈവകൃപയോട് ഈ രാത്രി എത്ര ദൈവമക്കൾ ഉറക്കെ പറയും, ഇത് God of glory. കുഞ്ഞിന്റെ പ്രായം വർദ്ധിക്കുമ്പോ നീ ധൈര്യത്തോടെ പറ, എന്നെ വിളിച്ചിറക്കിയതാരോ? എനിക്കിന്ന് രാത്രി ഒറ്റ കാര്യമേ ആഗ്രഹമുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും വാ തുറന്നെൻ്റെ ദൈവത്തിൻ്റെ മഹത്വം പറയണം. സാത്താനെ കുറിച്ച് പറഞ്ഞത് നിർത്ത്, പോരാട്ടത്തെ കുറിച്ച് പറഞ്ഞത് നിർത്ത്, ബന്ധനത്തെ കുറിച്ച് പറഞ്ഞത് നിർത്ത്. എന്നിട്ട് ഇന്ന് രാത്രി ധൈര്യത്തോടെ പറ, എന്നെ ശുശ്രൂഷയ്ക്ക് പ്രാപ്തനാക്കിയ, എന്നെ വിളിച്ചിറക്കിയ. ഓ ശബര രബര ബര 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 ബര. ഇതൊരു റിയാലിറ്റിയാ, ഇതൊരു യാഥാർത്ഥ്യമാ. ഓ ശബര രബര ബര 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 ബച്ചസി ദൂരാബര രബര ബര 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 ബര.
2 കൊരിന്ത്യർ 3:17-18 വാക്യം. അവിടെ പൗലോസ് എഴുതാൻ ആരംഭിച്ചത് തന്നെ തേജസ്സിനെ കുറിച്ചാ. 3:6 പറയുക, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, പറ, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്തു നോക്കി കൂടാതെ വണ്ണം തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകുകയില്ലയോ? ശിക്ഷാവധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ എത്ര തേജസ് ഏറിയതായിരിക്കും. അതേ തേജസ്സോട് കൂടിയത് ഈ അതിമഹത്തായ കാര്യത്തിൽ ഒട്ടും തേജസ്സില്ലാത്തതായി നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ ഉറക്കെ പറ, നിലനിൽക്കുന്നത് എത്രയധികം. ശരിക്കും തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിക്കുക എന്ന വിഷയത്തെക്കുറിച്ച് എഴുതാനാ പൗലോസ് പേപ്പറും പേനയും എടുത്തത്. പക്ഷെ എഴുതി വരുമ്പോൾ ആ വിഷയം സമർത്ഥിക്കുവാനായിട്ട് അദ്ദേഹം 2 ശുശ്രൂഷകളെ കുറിച്ചാണ് പ്രാരംഭത്തിൽ പറയുന്നത്. ഒന്ന് പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷ, മറ്റൊന്ന് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ. പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷ പാരമ്പര്യമായി കൈമാറപ്പെട്ടതാണെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ ദൈവം തരുന്ന പ്രാപ്തിയ. സ്തോത്രം. രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? 4 വ്യത്യാസം ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഒന്ന് പഴയ നിയമത്തിൻ്റെത് അക്ഷരത്തിൻ്റെതാ. അപ്പം തന്നെ പുതിയ നിയമത്തിൻ്റെത് ആത്മാവിൻ്റെ. പഴയ നിയമത്തിൻ്റെത് ശിക്ഷാവധിയുടേതാ, പുതിയ നിയമത്തിൻ്റെത് നീതിയുടേത്. പഴയ നിയമത്തിൻ്റെത് നീങ്ങിപ്പോകുന്നതാ, പുതിയ നിയമത്തിൻ്റെത് നിലനിൽക്കുന്നതാ. പഴയ നിയമ ശുശ്രൂഷ കൊല്ലുന്നതാ. അതെ, പുറപ്പാട് 32 നമുക്കറിയാം. അവൻ്റെ ലേവ്യർ മോശ പറഞ്ഞ പോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. കൊല്ലുന്ന. അപ്പോസ്തലപ്രവൃത്തി 2:41 അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് ഏകദേശം 3000 പേർ. അപ്പൊ പുതിയ നിയമം എന്ത് ചെയ്യുന്നതാ? ജീവിപ്പിക്കുന്നു. പൗലോസ് ചോദിക്കുക, നിങ്ങൾ അക്ഷരത്തിൻ്റെതെന്ന് പറഞ്ഞ, നിങ്ങൾ ശിക്ഷാവധിയുടേതെന്ന് പറഞ്ഞ, നിങ്ങൾ നീങ്ങിപ്പോകുന്നതെന്ന് പറഞ്ഞ, നിങ്ങൾ കൊല്ലുന്നതെന്ന് പറഞ്ഞ പഴയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ തേജസ് എന്താ? അത് നടത്തിപ്പുകാരനായിരുന്ന മോശയുടെ മുഖത്തത് വന്നു. എന്താ സംഭവിച്ചത്? ആളുകൾക്ക് അവന്റെ മുഖത്തു നോക്കാൻ പറ്റിയില്ല. അദ്ദേഹം ചോദിക്കുക, നിങ്ങൾ അക്ഷരത്തിൻ്റെതെന്ന് പറഞ്ഞ, നിങ്ങൾ ശിക്ഷാവധിയുടേതെന്ന് പറഞ്ഞ, നിങ്ങൾ നീങ്ങിപ്പോകുന്നതെന്ന് പറഞ്ഞ, നിങ്ങൾ കൊല്ലുന്നതെന്ന് പറഞ്ഞ പഴയ നിയമത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഇത്ര മാത്രം തേജസ്സുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിൻ്റെതെന്ന് പറഞ്ഞ, നിങ്ങൾ നീതിയുടേതെന്ന് പറഞ്ഞ, നിങ്ങൾ ജീവിപ്പിക്കുന്നതെന്ന് പറഞ്ഞ, നിങ്ങൾ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ തേജസ് ഉറക്കെ പറ, എത്രയധികമാ. ആരിതിനെതിരെ ഫേസ്ബുക്കിൽ എഴുതിയാലും, ആരിതിനെതിരെ വാട്സപ്പിൽ കമന്റ് ഇട്ടാലും അങ്ങനൊന്നും മാറുന്ന ഒന്നല്ല ദൈവകൃപയുടെ തേജസ്. സ്തോത്രം. ഞാനത് ശരിക്കും അനുഭവിച്ചറിഞ്ഞതാ. ഞാൻ അഭിഷേകം പ്രാപിച്ച ദിവസം 5 മണിക്കൂർ പറഞ്ഞത് മുഴുവൻ അന്യഭാഷയാ. പിറ്റേ ദിവസം ദൈവത്തിന് സ്തോത്രം, ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, ഇപ്പൊ അനീഷ് വന്ന് പ്രസംഗിക്കും. അന്നേരം പ്രസംഗിക്കാൻ തുടങ്ങിയതാ. 1 മിനിറ്റോ 10 മിനിറ്റോ അല്ല ഞാൻ പ്രസംഗിച്ചതന്ന്, 1.5 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചന്ന്. അന്ന് മുതൽ എൻ്റെ മേൽ ദൈവം പകർന്ന ഒരു കൃപ, വചനം പറയാനും പ്രവചിക്കാനുമുള്ള അധികാരമാണെങ്കിൽ ആരൊക്കെ ഇതിനെതിരെ എത്രയെല്ലാം പറഞ്ഞാലും 11 വയസ്സ് മുതൽ ഞാൻ അനുഭവിക്കുന്ന ഈ ദൈവകൃപയെക്കുറിച്ച് എനിക്ക് വാതോരാതെ പറയാനുണ്ട്. നാം സേവിക്കുന്ന ദൈവം തേജോമേനായ ദൈവമാ. ഇനി അബ്രഹാമിനെ വിളിച്ച ദൈവത്തിന്റെ 2ാമത്തെ പ്രത്യേകത വായിച്ചേ. അബ്രഹാം തന്നെ പറയുക, ഒന്ന് അവിടുന്ന് തേജോമേനാണെങ്കിൽ, 2ാമത്തെ പ്രത്യേകത ഉൽപ്പത്തി 14:20 വായിച്ചാട്ട്. ഉൽപ്പത്തി 14:20.
നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നതനായ ദൈവം. അപ്പം എലിയോൻ, അത്യുന്നതനായ ദൈവം. ഏത് പ്രതിസന്ധി നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിലും അത് നിന്റെ കയ്യിൽ ഒതുങ്ങുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ചിലതിനെ ഹാൻഡിൽ ചെയ്യാൻ ദൈവം ഇപ്പൊ എന്നോട് ദൈവാത്മാവ് ശക്തമായിട്ട് പറയാ, നിന്റെ കയ്യിൽ നിയന്ത്രണം കിട്ടത്തില്ലെന്ന് വിചാരിക്കുന്ന ചില വിഷയങ്ങളെ ദൈവം ഹാൻഡിൽ ചെയ്യാൻ കൃപ തരാൻ പോവുക. ഏത് പ്രതിസന്ധിയാണെങ്കിലും, ഏത് പോരാട്ടമാണെങ്കിലും, ഏത് വെല്ലുവിളിയാണെങ്കിലും, ഏത് സിംഹഗർജനമാണെങ്കിലും പറ, അതിനെ ഹാൻഡിൽ ചെയ്യാം. ഇല്ലെന്ന് ചരട് പൊട്ടിയ പട്ടം പോലെ എവിടെയും ചെന്ന് അവസാനിക്കേണ്ടതല്ല നിന്റെ ജീവിതം. ചരട് പൊട്ടിയ പട്ടം പോലെ എവിടെയും ഇടിച്ചു നിൽക്കേണ്ടതല്ല നിന്റെ കുടുംബം. നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങളെ ഇന്ന് രാത്രികാലം അവിടുത്തെ കൈ നിയന്ത്രിക്കുമെന്ന് വിശ്വസിക്കുന്നവർ, എനിക്ക് പറ്റാത്തത് എൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നവർ, ദൈവമക്കൾ ശബ്ദം ഉയർത്തിപ്പറ, എൻ്റെ ദൈവം ആരാണ്? അത്യുന്നതനാണ്. അത്യുന്നതനാണ്. എൻ്റെ ദൈവം തേജോമേനാണെങ്കിൽ അടുത്തത് എൻ്റെ ദൈവം ആരാണ്? ഉറക്കപ്പറ. 5 രാജാക്കന്മാർ ഒന്നിച്ച് കൂട്ടുകെട്ടുണ്ടാക്കിക്കൊണ്ട് നിന്നെ നിന്റെ കുടുംബത്തെ വേരോടെ പിഴുതെറിയാൻ എന്തെല്ലാം പദ്ധതികൾ ഒരുക്കിയാലും ഈ രാത്രി ദൈവകൃപ പ്രാപിച്ച ദൈവമേതൽ ധൈര്യത്തോടെ പറ, ചിലതിനെ എൻ്റെ കയ്യിലേൽപ്പിക്കുന്ന ഞാൻ ചുമ്മാതെ പറയുകയല്ല, പരിശുദ്ധാത്മാവനോട് ശക്തമായി ഇടപെടുകയാ. നിയന്ത്രണം നഷ്ടപ്പെട്ട ചിലത്, ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചിലത്, കൈ നിൽക്കാത്ത ചിലത്, ശബാരാധന നിന്റെ കൺട്രോളിലേക്ക് വരാൻ പോകുകയാ. ഈ രാത്രി ഒരു ദൈവകൃപയുടെ അധികാരത്തെ എത്ര പേര് ഏറ്റെടുക്കാൻ തയ്യാറാ? പരിശുദ്ധാത്മാവ് അത് പകരുന്ന രാത്രിയാ. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ശക്തമായി ദൈവാത്മാവ് ഇടപെടുകയാ. നിങ്ങളുടെ കൈ നിൽക്കാത്ത ചില വിഷയങ്ങളെ ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് കയറുമ്പോഴും നിങ്ങളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ, നിയന്ത്രണം നഷ്ടപ്പെട്ട ചില വിഷയങ്ങളെ ദൈവം നിന്റെ കയ്യിലേൽപ്പിക്കുന്ന വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് ഞാൻ ചുമ്മാ ഇളക്കി പരിപ്പത്തിന് വേണ്ടി പറയല്ല, അതിനപ്പുറത്ത് ശക്തമായി ദൈവാത്മാവ് ഇടപെടുകയാ. പ്രവാഹങ്ങൾ നിന്റെ നേരെ തിരകൾ ഉയർത്തുമ്പോൾ, പ്രവാഹങ്ങൾ നിന്റെ നേരെ കവിഞ്ഞൊഴുകുമ്പോൾ, പ്രവാഹങ്ങൾ നീ ചവിട്ടുന്ന മണ്ണുകളെ കാലിൻ്റെ അടിയിലെ മണ്ണിനെ ഒലിപ്പിച്ചു കളയുമ്പോൾ, നിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്താൻ പ്രവാഹങ്ങൾ വല്ലാതെ പരിശ്രമിക്കുമ്പോൾ, ഇന്ന് രാത്രിക്കാലം ചില പ്രതിസന്ധികളെ നിയന്ത്രിക്കുന്ന ദൈവം പറയുകയാ, നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിലേൽപ്പിക്കുന്ന ദൈവം. ഒന്ന്, അത്യുന്നതനായ ദൈവം. 2, തേജോമയനായ ദൈവം. സ്തോത്രം. ഇനി ദൈവത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത വായിച്ചേ. ഉൽപ്പത്തി 17:2 വായിച്ചേ. ഉൽപ്പത്തി 17:1-2 വായിച്ചേ. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. എന്താ സർവശക്തിയുള്ള ദൈവം? ചേർന്ന് പറ പ്രിയപ്പെട്ടവരെ, എൽ ശദ്ദായി, സർവശക്തിയുള്ളത്. എന്നാ അബ്രഹാം പുറപ്പെടാൻ കാരണം? അബദ്ധം പറ്റിയതല്ല. അബ്രഹാം പറയും, ആരുടെ പിന്നാലെയാ ഞാൻ ഇറങ്ങിയത്? തേജോമേന്റെ പിന്നാലെയാ ഞാൻ ഇറങ്ങിയത്. ആരുടെ പിന്നാലെയാ നീ ഇറങ്ങിയത്? പറ. അത്യുന്നതന്റെ പിന്നാലെയാ ഞാൻ ഇറങ്ങിയത്. ആരുടെ പിന്നാലെയാ ഇറങ്ങിയത്? പറ. സർവശക്തന്റെ പിന്നാലെയാ ഇറങ്ങിയത്. നാട്ടുകാർ പറയുന്ന നിനക്ക് ഭ്രാന്താന്ന്. പക്ഷെ ഇന്ന് രാത്രി ധൈര്യത്തോടെ പറ, ഞാൻ ചുമ്മാ അബദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടതല്ല. തേജോമനായ ദൈവത്തിന്റെ പിന്നാലെയാ ഞാൻ ഇറങ്ങിയത്. അത്യുന്നതനായ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങിയത്. ദൈവമക്കൾ ധൈര്യത്തോടെ പറ, എന്നെ വിളിച്ച ദൈവമാരാ? സർവശക്തനോ. എത്ര പേർക്ക് ഈ രാത്രി വിശ്വാസത്തോടെ പറയാൻ പറ്റും? നിങ്ങൾ ഹല്ലേലൂയ പറയാനല്ല ഞാൻ പറഞ്ഞത്, മലയാളത്തിലെ വാക്കുറക്കെ പറ. എത്രയും പ്രാവശ്യം പറയാമോ അത്രയും
പ്രാവശ്യം പറ. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കേൾക്കപ്പറ. പ്രതിസന്ധികളെ നോക്കിക്കൊണ്ട് പറ, എന്റെ ദൈവം സർവശക്തൻ. ഈ രാത്രി സർവശക്തൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യുന്ന രാത്രിയാ. ഹന്നായിക്ക് വേണ്ടി പ്രവർത്തിച്ചവൻ നിനക്കൊരു പാട്ടുണ്ട്. കാരണം നിന്റെ നാവിൽ രാത്രി പാട്ടു തരുന്നത് മനുഷ്യനല്ല, പാട്ടു തരുന്നത് സർവശക്തൻ. സ്തുതിയുടെ പാട്ടുയർത്ത്, ആത്മനിയോഗത്തിന്റെ പാട്ടുയർത്ത്, അഭിഷേകത്തിന്റെ പാട്ടുപാട്, ദൈവകൃപയുടെ പാട്ടുപാട്, ദൈവാത്മാവിന്റെ പാട്ടുപാട്, ആത്മാവി പാട്, പരിമിതികളെ മറന്നു പാട്, ദൈവശക്തി ഏറ്റെടുത്തു പാട്. നിന്റെ ശരീരത്തിനെതിരെ ഒരു പോരുണ്ട്. കത്തിവെപ്പിച്ച അടങ്ങത്തുള്ളെന്ന് പറഞ്ഞ് നിനക്ക് നേരെ കുറെ ദിവസങ്ങളായി വെല്ലുവിളിക്കുന്ന ഒരാധിപത്യത്തെ ഞാൻ കാണുക. അൾസർ പോലുള്ള ചില അസിഡിറ്റികൾ ഉദരത്തെ കെട്ട ഇന്ന് രാത്രി വെല്ലുവിളി ഉയർത്തുമ്പോൾ സർവശക്തന്റെ കരം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു ദൈവപ്രവർത്തിയുടെ രാത്രിയാ. ശക്തമായ ചില വിടുതലുകൾ ഈ ശുശ്രൂഷയുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുക. അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ. എന്ന് വിശ്വസിച്ചുകൊണ്ട് ഉറക്കപ്പറ, സർവശക്തൻ, ധൈര്യത്തോടെ പറ. ഇന്ന് രാത്രി സർവശക്തന്റെ കരം ചിലർക്ക് അനുകൂലമായി വെളിപ്പെടുകയോ. ആരാ പറഞ്ഞത് നിന്റെ വഴി അടഞ്ഞെന്ന്? ആരാ പറഞ്ഞത് നിന്റെ ഭാവി തീർന്നെന്ന്? ആരാ പറഞ്ഞത് നീ ഈ രാത്രി ഓപ്പണപ്പാകട്ടെ? യേശുവിന്റെ നാമത്തിൽ അധികാരം ചലിക്കട്ടെ. ദൈവകൃപ ശക്തമായിട്ട് ചലിക്കുക. ദൈവാത്മാവി രാത്രി വ്യക്തികളെ തൊടുക. ആത്മാവി പ്രതികരിക്കുക, ആത്മാവി പ്രതികരിക്കുക, ദൈവകൃപ ഏറ്റെടുക്കുക. കൃപ പ്രാപിച്ച ദൈവമക്കൾ രാത്രി ആത്മനിറവി സംസാരിക്ക്. ഞാനിപ്പോ കേൾക്കുന്നു, എന്റെ ചെവി കേൾക്കുന്ന ശബ്ദമാ. സർവശക്തൻ എനിക്ക് വൻകാര്യം ചെയ്തിരിക്കൊണ്ട് കൊല്ലങ്ങൾ കൊണ്ട് അടഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങളെ നോക്കി നീ പറയും, സർവശക്തൻ എനിക്ക്. ഉടവാര വൈടവാര ദൂരവാര. എലിസബത്ത് പാടിയതുപോലൊരു പാട്ട്, മറിയ പാടിയതുപോലൊരു പാട്ട്, എന്റെ വീട്ടിൽ ഒരാനന്ദത്തിന്റെ പാട്ടുയരുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. നിന്റെ വീട്ടിൽ നിലവിളിയുടെ സ്വരമല്ല ഉയരുന്നത്, നിന്റെ വീട്ടിൽ തോൽവിയുടെ സ്വരമല്ല ഉയരുന്നത്. എന്റെ വീട്ടിൽ ആനന്ദത്തിന്റെ പാട്ടുയരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, എന്റെ ജീവിതത്തിൽ എത്ര കാലം നിന്റെ വഴി അടഞ്ഞോ അത്രയും വലിയൊരു പാട്ട് നിന്റെ നാവിൽ നിന്ന് ഉയരും. ഉയരത്തില്ലേച്ച ഈ രാത്രി ധൈര്യത്തോടെ പറ, ഉല്ലാസത്തിന്റെ പാട്ടുയരുമെന്ന് പറ, ആനന്ദത്തിന്റെ പാട്ടുയരുമെന്ന് പറ. എനിക്കറിയാം പരിശുദ്ധാത്മാവ് ചിലരെ ശക്തമായിട്ട് തൊട്ടുകൊണ്ടിരിക്കുക. ഞാൻ ആരെ തൊടുന്നതിനപ്പുറത്ത് ആത്മാവ് രാത്രി ചില ആത്മാവിൽ ആരാധിക്ക്, അന്യഭാഷകളിൽ പ്രതികരിക്ക്, അന്യഭാഷകളിൽ പ്രതികരിക്ക്, ആത്മനിയോഗത്തിൽ പ്രതികരിക്ക്.
എന്റെ ദൈവ സർവശക്തനാ. അബ്രഹാമിന് 99 വയസ്സുള്ളപ്പോൾ നിന്റെ പ്രായം കൂടിയെന്ന് കണ്ട് എന്റെ ദൈവത്തിന് ഇടപെടാൻ കഴിയാതിരിക്കുമെന്ന് വിചാരിക്കരുത്. സർവശക്തൻ ദൈവകൃപ പ്രതികരിക്ക്. എനിക്കറിയാം ചിലരുടെ ദേഹത്തും മല പോലിരിക്കുന്ന ചില ഭാരങ്ങൾ മഞ്ഞുപോലെ എടുത്തു മാറ്റുന്ന രാത്രിയായത്. പരിശുദ്ധാത്മാവ് ചിലരെ ആനന്ദ നദിയിലേക്ക് ഇറക്കുക. പരിശുദ്ധാത്മാവ് ചിലരെ ഹല്ലേലൂയ. ശാന്തനാ. ലവ് യു ജീസസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം സർവശക്തനാണെന്ന് തിരിച്ചറിഞ്ഞപ്പം അബ്രഹാം എന്തോ ചെയ്തു. ദൈവ സർവശക്തനാണെന്ന് അറിഞ്ഞപ്പം അബ്രഹാമിൻ്റെ പ്രതികരണം എന്തായിരുന്നു വെച്ചാൽ, ഉൽപ്പത്തി 17:27 വായിച്ച്. ഉൽപ്പത്തി 17:27. ദൈവ സർവശക്തനാണെന്നറിഞ്ഞപ്പം അബ്രഹാം എന്ത് ചെയ്തു? വായിച്ചോ. വീട്ടിൽ ജനിച്ച ദാസന്മാരും അന്യരോട് അവൻ വിലയ്ക്ക് വാങ്ങിയവരുമായി അവന്റെ വീട്ടിലുള്ളവർ എല്ലാവരും അവനോടുകൂടെ പരിച്ഛേദന ഏറ്റു. കണ്ടോ, ദൈവ സർവശക്തനാണെന്ന് അറിഞ്ഞപ്പോ അവരെന്തോ എടുത്തു? വീട്ടിലുള്ളവരും അന്യരോട് വിലയ്ക്ക് വാങ്ങിയവരും എല്ലാം എന്ത് ചെയ്തു? പരിച്ഛേദനയേറ്റു. അപ്പം നിന്റെ ദൈവ സർവശക്തനാണെന്ന് അറിയുമ്പോൾ താങ്കളിൽ നിന്ന് ഉയരേണ്ട പ്രതികരണമാണെന്ത്? പരിച്ഛേദന. പുതിയ നിയമത്തിൽ പരിച്ഛേദന ഉണ്ടോ? ഫിലിപ്പിയർ 3:3 ഉണ്ടോന്ന് നോക്കിക്കേ. ഈ വാക്യം വായിച്ചേച്ച് നോക്കിക്കേ. ഫിലിപ്പിയർ 3:3. പുതിയ നിയമത്തിൽ പരിച്ഛേദന ഉണ്ടോ? നാമല്ലോ പരിച്ഛേദനക്കാർ. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. എന്താ പരിച്ഛേദനക്കാരന്റെ ഒന്നാമത്തെ പ്രത്യേകത? നാമല്ലോ പരിച്ഛേദനക്കാർ. പഴയ നിയമത്തിൽ കത്തി കൊണ്ടാ അത് ചെയ്യുന്നതെങ്കിൽ പരിച്ഛേദനക്കാരൻ പുതിയ നിയമത്തിൽ എന്ത് ചെയ്യുകയാ? ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവൻ. എന്തുകൊണ്ടാ നീ വാതുറക്കുന്നത്? എന്തുകൊണ്ടാ നീ കൈയടിക്കുന്നത്? എന്തുകൊണ്ടാണ് നീ സ്തുതിക്കുന്നത്? പ്രസംഗിക്കുന്ന ഉദ്ദേശിയെ തൃപ്തിപ്പെടുത്താനല്ല. സർവശക്തനായ ദൈവം നിന്റെ നടുവിലൂടെ നടകൊള്ളുന്നത് അറിയുമ്പോ സറാഫുകൾ 2 കൊണ്ട് പറന്നു നിന്ന്, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഇടവിടാതെ ആരാധിക്കുന്ന തേജോമയനായ ദൈവം ഇതിന്റെ നടുവിലൂടെ ഇറങ്ങി വന്നിരിക്കുന്നെന്ന് അറിയുമ്പോ എങ്ങനെ നിനക്ക് മൗനമായിരിക്കാൻ പറ്റും? ആത്മാവിൽ ആരാധിക്കോ. ഒരു ദൈവമേ തന്നെ പ്രേരിപ്പിക്കുന്നത് ദൈവ സർവശക്തനാണെന്ന് തിരിച്ചറിയുക. ദൈവ സർവശക്തനാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒരല്പസമയങ്ങൾ 2 കരം ഉയർത്താമെങ്കിൽ ഉയർത്ത്, ശബ്ദം ഉയർത്താമെങ്കിൽ ഉയർത്ത്, നാവ് തുറക്കാമെങ്കിൽ തുറക്ക്. ഈ രാത്രി സർവശക്തനായ ദൈവത്തെ മനുഷ്യനെ കുറിച്ച് പറയാൻ നിനക്ക് എന്ത് വലിയ നാവാ? രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയാൻ നിനക്ക് എത്ര വലിയ നാവാ? ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ കുറിച്ച് പറയാൻ നിന്റെ നാമം ഉയർത്താവോ? എനിക്ക് ഒത്തിരി കുഞ്ഞുങ്ങളെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മക്കളെ, ഈ ദൈവത്തെ കുറിച്ച് പറയുന്നത് നീ ലജ്ജിക്കരുത്. ഈ ദൈവ സർവശക്തനാണെന്ന് പറയുന്നത് ലജ്ജിക്കരുത്. കൂട്ടുകാരോട് ഉറക്കെ പറയണം, നാട്ടുകാരോട് ഉറക്കെ പറയണം, വീട്ടുകാരോട് ഉറക്കെ പറയണം, സഭക്കാരോടും പറയണം. ഈ ദൈവ സർവശക്തനാണെന്ന് പറയണം. നിങ്ങൾ തിരുവല്ലയിൽ ജനിച്ചു വളർന്നവരായതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഒത്തിരി സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ തിരുവല്ലയിൽ വന്നു താമസിക്കുന്നവനായിരുന്നുകൊണ്ട് എനിക്കറിയാം ഞാൻ ജനിച്ച കിഴക്കമ്മല ഏതാണ്. അവിടെ ഒന്ന് 4 കിലോമീറ്റർ നടന്നു വെച്ച് വേണം ബസ്സിൽ കയറാൻ. സ്വത്രം അങ്ങനെ പോയി റാന്നി പഠിച്ചത്. ഒരിക്കൽ പോലും ബസ്സിൻ്റെ അകത്തിരുന്ന് പോയിട്ടില്ല. ഒന്നുകിൽ ഡോറയിൽ എത്ര പ്രാവശ്യം പുറത്തെ കമ്പിയെ പിടിച്ചിട്ടുണ്ട്. ഒരു ബസ്സുമുണ്ട്, 3 പഞ്ചായത്തിലെ ആളുമുണ്ട്. സ്തോത്രം.
അവിടുന്നൊക്കെ എന്നോടൊക്കെ എത്ര ഉദ്ദേശിമാർ വന്ന് തലക്കൈ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ദ്വീപുകൾ നിന്റെ ശബ്ദത്തിന് കാത്തിരിക്കുക. ഞങ്ങൾ താമസിക്കുന്ന ഒരു തേക്കുംകൂപ്പിനപ്പുറം, അതിനപ്പുറത്തൊരു ദ്വീപുള്ളതായിട്ട് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഒരു കാര്യം അറിയാം, ഈ ദൈവ സർവശക്തനാന്ന് പറയുന്നതിനകത്ത് ഒരു മടിയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും. പിന്നെ അടുത്തത് എന്താ വായിച്ചേ? പരിച്ഛേദനക്കാരുടെ പ്രത്യേകത എന്താ? ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും. ഫിലിപ്പർ 3:3 ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും. ആരിലാ പ്രശംസിക്കുന്നത്? എന്താ? സത്യത്തിൽ ഇപ്പം ഉപവാസ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്യാൻ പഞ്ചായത്ത് മെമ്പർ വരുന്ന കാലമാണ്. കൺവെൻഷനാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. MLA കിട്ടിയ MLA പ്രസംഗിക്കാൻ ചെന്ന് ഞങ്ങൾ ആശംസ പറയും. ജനറൽ കൺവെൻഷൻ ആണെങ്കിൽ പിന്നെ 3/4 മണിക്കൂർ ഉറപ്പാണ്. പ്രസംഗിക്കുന്ന ഉദ്ദേശിക്കുക 5 മിനിറ്റ് ആണെങ്കിലും രാഷ്ട്രീയക്കാരന് പെന്തിക്കോസുകാരുടെ ജനറൽ കൺവെൻഷനിൽ പ്രസംഗിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് 15ാമത്തെ വയസ്സിൽ ഏതെങ്കിലും പാർട്ടിയുടെ കൊടി പിടിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ബൈബിൾ താത്തുവെക്കുന്നു? എന്തുകൊണ്ട് പലരും കൊടിയുടെ പുറകെ പോകുന്നു? ഒറ്റ കാരണ, കൊടി പിടിക്കുന്നവർക്കേ ഇവിടെ സ്റ്റേജുള്ളൂ. എനിക്കറിയാം നിങ്ങളാരും സ്വത്രം പറയത്തില്ലെന്ന്. ഞാനിവർക്കാരൊക്കെ എതിരൊന്നുമല്ല കേട്ടോ, ശുശ്രൂഷയല്ലേ എതിരാ. സ്വത്രം ദൈവമക്കളുടെ ശുശ്രൂഷകളിൽ വരേണ്ടത് അങ്ങനൊന്നും അല്ല. ഇത് ശുശ്രൂഷയാണ്. ഇത് സാംസ്കാരിക സമ്മേളനമല്ലല്ലോ. സാംസ്കാരിക സമ്മേളനം നടത്ത്, രാവിലെ മുതൽ വൈകിട്ട് വരെ നടത്ത്, എന്നിട്ടിരുന്ന് കേക്ക്. ഇത് ശുശ്രൂഷയല്ലേ. ഇവിടെ വെളിപ്പെടേണ്ടത് അത്ഭുത രോഗശാന്തിയല്ലേ. ഇവിടെ വെളിപ്പെടേണ്ടത് ദൈവിക സൗഖ്യമല്ലേ. ഇവിടെ നമുക്ക് പ്രശംസിക്കാനുള്ളത് മനുഷ്യനിലാണോ? സ്തോത്രം. ആത്മാവ് കൊണ്ട് ആരാധിക്കും, ക്രിസ്തുവേശുവിൽ പ്രശംസിക്കും. പിന്നെ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും. പരിച്ഛേദനക്കാരന്റെ 3ാമത്തെ പ്രത്യേകതയാ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നത്. എന്തെല്ലാം കൊണ്ട് കാണിച്ചാലും എൻ്റെ അപ്പനിഷ്ടമില്ലാത്തതൊന്നും എനിക്ക് വേണ്ട. അത് പദവിയാണേലും കൊള്ളാം, പണമാണേലും കൊള്ളാം. എൻ്റെ അപ്പന് ഇഷ്ടമില്ലാത്തതൊന്നും എനിക്ക് വേണ്ട. എൻ്റെ അപ്പനുമായിട്ട് ബന്ധമില്ലാത്തതിലൊന്നും എനിക്ക് പങ്കു വേണ്ട. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തേജോമയനാ. ദൈവം അത്യുന്നതനാ. ദൈവം സർവശക്തനാ. ഇനി ദൈവത്തിൻ്റെ 4ാമത്തെ പ്രത്യേകത വായിച്ചേ. ഉൽപ്പത്തി 21:ന്റെ 33ാമത്തെ വാക്യം. അബ്രഹാം ബേർശേബയിൽ ഒരു പിച്ചുല വൃക്ഷം നട്ടു. നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന. ഈ ദൈവത്തിന്റെ 4ാമത്തെ പ്രത്യേകതയാ. ഈ ദൈവമാരാണ്? നിത്യദൈവമാണ്. തലമുറ തലമുറയായി നിത്യന കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായി. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും? ഇത് ഗോഡ് ഓഫ് ജനറേഷൻസ്. ഇത് തലമുറകളുടെ ദൈവമാ. ശബനാരക. എൻ്റെ തലമുറ കൊണ്ട് എൻ്റെ വീട് അന്യമാകത്തില്ല. എൻ്റെ തലമുറ കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് വചനം മാറത്തില്ല. എൻ്റെ വായിലാക്കിയ വചനം എൻ്റെ സന്തതിയുടെ വായിലും എൻ്റെ സന്തതിയുടെ വായിലും അത് തെളിമയോടും മഹിമയോടും കൂടെ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ പറ, ഈ ദൈവമാരാണ്?
ഓ ഗോഡ് ഓഫ് ജനറേഷൻസ്, തലമുറകളുടെ ദൈവമാ ശബനാരകൾ കടക. യെസ്, തലമുറകളുടെ ദൈവം, തലമുറകളുടെ ദൈവം, തലമുറകളുടെ ദൈവം. ദൈവമക്കൾ ധൈര്യത്തോടെ പറ, നിന്റെ തലമുറ കൊണ്ട് കടക അടയത്തില്ല, നിന്റെ തലമുറ കൊണ്ട് കതകിന് പൂട്ട് വീഴത്തില്ല. നിന്റെ തലമുറ ചില കതകുകളെ തുറക്കും. നിന്റെ തലമുറയുടെ മുമ്പിൽ ചില വാഴ്ചകൾ തകരും. നിന്റെ തലമുറയുടെ മുമ്പിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ യോഗത്തിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വ്യാപരിക്കുന്ന ദൈവങ്ങളുടെ വ്യാപാരം, അർത്തമീസ് ദേവിയുടെ ക്ഷേത്രമുള്ള ആവിചാരത്തിനും മന്ത്രവാദത്തിനും മന്ത്രച്ചരടിനുമൊക്കെ വളരെ പ്രാധാന്യതയുള്ള എഫെസോസ് പട്ടണത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഉറക്കെ പറയുക, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം ഇന്ന് രാത്രികാലം ആ വ്യാപാരം ഇവിടെ വ്യാപരിക്കുക. വാഴ്ചകൾ തകരുന്നു, കർത്തൃത്വങ്ങൾ തകരുന്നു, ആധിപത്യങ്ങൾ തകരുന്നു, കോട്ടകൾ തകരുന്നു. ശബാരാധന, യെസ്, പ്രത്യേകിച്ചും ചില കർത്തൃത്വങ്ങളെ തകർക്കുവാൻ ശബരാരവൽ കടകര വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വ ആത്മനിയോഗത്തെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കൂ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ചില കർത്തൃത്വങ്ങളെ തകർക്കുന്നത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. എല്ലാ വാഴ്ചകൾക്കും, എല്ലാ അധികാരങ്ങൾക്കും, എല്ലാ കർത്തൃത്വങ്ങൾക്കും എല്ലാത്തിനും ഒരു കർത്തൃത്വമുണ്ട്. ഭൂമിക്ക് പോലും കർത്തൃത്വമുണ്ട്. യോനയുടെ പുസ്തകം പഠിക്കുമ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, ഞാൻ പർവ്വതങ്ങളുടെ അടിവാരത്തോളം ഇറങ്ങി, ഭൂമി തന്റെ ഓടാമ്പലുകളാൽ സദാകാലത്തേക്ക് വടച്ചു. യോന പറയാ, ഭൂമി തന്റെ ഓടാമ്പലുകളാൽ, കതകിനാലല്ല. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോ കാറ്റടിച്ച് കഥ കടഞ്ഞെന്നല്ല. എന്ത് ചെയ്തു? ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്ന് പറഞ്ഞാൽ കതകിന്റെ പുറകിലിരിക്കുന്ന സാധനമാണ് എന്ത്? ഈ യോഗം കഴിഞ്ഞാൽ എല്ലാവരും പോകുമ്പോ എന്നാ പിന്നെ കാറ്റ് തടഞ്ഞോട്ടെന്നും പറഞ്ഞ് ഇവിടുത്തെ കഥകിട്ടച്ച് നിങ്ങൾ ആരെങ്കിലും പോവോ? ഇല്ല. ഇത് അടയ്ക്കും. എങ്ങനെ അടയ്ക്കും? പ്രത്യേകിച്ചും ചോദിക്കും. എന്താ ചോദിക്കും? സാക്ഷായിട്ടോ, ഓടാമ്പലിട്ടോ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഓടാമ്പലിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും തുറക്കാനും പറ്റത്തില്ല, ആർക്കും കേറാനും പറ്റത്തില്ല. അപ്പൊ ഓടാമ്പലിട്ടടച്ചു. ഭൂമി എന്ത് ചെയ്തു? ഭൂമിയുടെ കർത്തൃത്വം എന്ത് ചെയ്തു? എന്നെ ഓടാമ്പലിട്ടടച്ചു. പക്ഷേ സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി വെളിപ്പെട്ടപ്പം ഈ ഓടാമ്പലുകളൊക്കെ എന്ത് ചെയ്തു? ഉറക്കപ്പറ. ഇന്ന് രാത്രി ചിലതിന്റെ ആണി ഊരുന്ന രാത്രിയാ. എത്ര പേരത് വിശ്വസിക്കുന്നു? ശബാരാധന. അങ്ങനെ പറയാൻ ദൈവാത്മാവനോട് പറയുകയാ. കൊല്ലങ്ങളായി അടച്ചു എത്ര ചെറുപ്പക്കാരി രാത്രി വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ഭാവിയെ അടച്ചു വെച്ചിരിക്കുന്ന ചില താഴുകടെ ഓടാമ്പലുകളെ നിന്റെ പാസ്പോർട്ടിൽ ഒരു രാജ്യത്തിന്റെ മുദ്ര ഒരിക്കലും കുത്താൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ വഴികളെ അടച്ചു വെച്ചിരിക്കുന്ന ചില ഓടാമ്പലുകൾ അഭിഷേകത്തിന്റെ ശക്തിയുടെ മുമ്പിൽ ഇന്ന് രാത്രി തെറിച്ചു പോകുന്നത് ആത്മാവി വിശ്വസിക്കുന്ന ദൈവമക്കൾ, നിന്റെ കുടുംബത്തിനകത്തൊരു വിവാഹം നടക്കത്തില്ലെന്ന് പറഞ്ഞു, നിന്റെ തലമുറയുടെ ഭാവി അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞു. ശക്തമേറിയ ദൈവകൃപ ചലിക്കട്ടെ സിസ്റ്ററെ. ചില ഓടാമ്പലുകൾ ഇന്ന് രാത്രികാലം തകരട്ടെ. ചില ഓടാമ്പലുകൾ തകരട്ടെ.
ഇപ്പൊ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നോട് ശക്തമായി ദൈവാത്മാവ് ഇടപെടുകയാ. താമര മതിലുകളെ തകർക്കുന്നവൻ, ഇരുമ്പോടാമ്പലുകളെ ദൈവം എന്ത് ചെയ്യാൻ പോവുക? വെട്ടിമുറിക്കാൻ പോവുക. നാളെ അല്ല, ഇന്ന് ഈ യോഗം തീരുന്നതിന് മുമ്പ് ഓടാമ്പലിട്ട് പൂട്ടി വെച്ചതിന്, ജീവിതത്തെ പൂട്ടിയതിന്, കുടുംബത്തെ പൂട്ടിയതിന്, യാത്രയെ പൂട്ടിയതിന്, ശുശ്രൂഷയെ പൂട്ടിയതിന്, വഴിയെ പൂട്ടിക്കെട്ടിയത് അഴിച്ചു വിടുകയാ ആത്മാവ്. ദൈവകൃപയേറ്റെടുക്ക്, ദൈവകൃപയേറ്റെടുക്ക്, ദൈവകൃപയേറ്റെടുക്ക്. ശക്തമേറെ ദൈവകൃപയേറ്റെടുക്ക്. പരിശുദ്ധാത്മാവിന്റെ ആളവറ്റ ശക്തി ഇന്ന് രാത്രി അനുഭവിച്ചറിയ. എല്ലാ ദൈവമക്കളും ആത്മാവിൽ ഈ രാത്രി പ്രതികരിച്ചു തുടങ്ങി. ചില ഓടാമ്പലുകൾ ഈ രാത്രി തകരട്ടെ. തലമുറയുടെ ഭാവിക്കുന്നവരെ പൂട്ടിവെച്ച ചില ഓടാമ്പലുകൾ എല്ലാ ദൈവമക്കളും ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്ക്. ഒരു വലിയ ദൈവപ്രവർത്തി ഇന്ന് രാത്രി ഇവിടെ നടക്കുന്നുണ്ട്. ശക്തമേറിയ ദൈവപ്രവർത്തി ഈ രാത്രി നടക്കുന്നുണ്ട്. ചില ഓടാമ്പലുകളെ ഒരു നിയോഗത്തിലെ കാൽമാവ് നിന്നെ കൈപിടിച്ച് നടത്താൻ പോവാ ബ്രദറെ. ഈ രാത്രി ദൈവാത്മാവ് എന്നോട് പറയുകയോ, നിന്നെ ഇന്ന് രാത്രി ഒരാൾ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോവുക. ദൈവരുടെ അധികാരം പകരുക. ഇനി കൂടുതൽ ഒന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല. ശക്തമേറെ ദൈവപ്രവർത്തി ഇന്ന് രാത്രികാലം ഇതിനകത്ത് നടക്കുന്നത് എനിക്കറിയാം. ശിംശോനെ കെട്ടിയ കയറ് ചാണനൂല് പോലെ അഴിഞ്ഞു മാറിയതുപോലെ ഈ രാത്രി ചില ചെറുപ്പക്കാരണമേ ദൈവശക്തി ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. ദൈവറുവ ചലിക്കട്ടെ, ദൈവറെ ചലിക്കട്ടെ, ദൈവറെ ചലിക്കട്ടെ. ചൈഡൽ കടകന ആത്വര രവക്ഷനോദരാദരാദരാദരാദരാ ദൈവസാന്നിധ്യത്തോടെ പ്രതികരിക്കുക, ആത്മനിയോഗത്തോടെ പ്രതികരിക്കുക, അഭിഷേകത്തിന്റെ അധികാരത്തോടെ പ്രതികരിക്കുക. ഇത് പരിശുദ്ധാത്മാവ് തീ കോരിയിടുന്ന രാത്രിയാ. ഇത് ആത്മശക്തിയുടെ തീയ. ഞാൻ കഴിഞ്ഞ രാവിലെ സമയത്ത് ചച്ചവോട് സഭയുടെ പന്തളത്ത് എടപ്പോളുള്ള സെൻട്രലിലെ ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ശരിക്കും പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ വ്യാപരിച്ച ഒരു ദൈവകൃപയുണ്ട്. അതുകൊണ്ട് എൻ്റെ തൊണ്ടയൊക്കെ വല്ലാതെ നിൽക്കുന്നത്. ഞാനിന്ന് രാവിലെ ആത്മനിയോഗത്തിൽ ശക്തമായി ശുശ്രൂഷിച്ച ഒരു ശുശ്രൂഷയുണ്ട്. അതിനകത്ത് ചില ആധിപത്യങ്ങളെ പരിശുദ്ധാത്മാവ് വെട്ടുന്നത് ഞാൻ കണ്ടതാണ്. ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കൊരു നിയോഗമുണ്ട്. നിന്റെ ഭാവിയെ കെട്ടിവെച്ച സദാകാലത്തേന് എത്ര ദിവസത്തേന് ഞാനത് അനുഭവിച്ചതാ. സ്തോത്രം. ലാസ്റ്റിലൊരു രാജ്യത്തിൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ പോയിട്ട് 12 വർഷം കഴിഞ്ഞ് ആ രാജ്യത്ത് പിന്നെ എനിക്കൊരു വാതിൽ തുറക്കുന്നു. ആ 12 വർഷം മുമ്പ് 3 പ്രാവശ്യം ഞാൻ പോയി. 7 രാജ്യത്തിൻ്റെ വഴികൾ അടഞ്ഞു. പക്ഷെ ദൈവം അത് തുറന്നപ്പം ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ അങ്ങ് തുറന്നു തരിക. സ്വത്രം. ഇവിടെ നിൽക്കാൻ പറ്റാത്തതുപോലെ തുറന്നു തരിക. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, എനിക്കത് തുറന്നു തരാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ ഈ രാത്രി നിന്റെ വീടിനും അത് തുറന്നു തരാൻ ഈ ദൈവശക്തനാണ്.
ഷാബാര പറയുന്നേ, എന്നെ വിളിച്ചതാരാ? തേജോമേൽ സർവശക്തൻ, ഓ അത്യുന്നതൻ. ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല. അത്രയ്ക്ക് ശക്തമായ ഒരു ആത്മനിയോഗം ദൈവം എനിക്ക് തരുന്നുണ്ട്. ചിലരെ മുന്നോട്ട് വിളിച്ച് പ്രാർത്ഥിക്കാൻ അത്രയ്ക്ക് ശക്തമായ ഒരു നിയോഗം ദൈവം എനിക്ക് തരുന്നുണ്ട്. ഇത് പ്രയർ സെന്റർ സഭയുടെ ഒരു കാലമാകട്ടോ. ഈ ഈ ഹാളിനകത്ത് ആത്മശക്തിയുടെ വലിയ പ്രദർശനം ദൈവം അയക്കാൻ ആഗ്രഹിക്കുന്ന സമയമായത്. തേജോമനായ ദൈവം, സർവശക്തനായ ദൈവം, അത്യുന്നതനായ ദൈവം, നിത്യനായ ദൈവം. ഈ ദൈവം അബ്രഹാമിനെ ഒന്നാമത് വേർപെടാൻ വിളിച്ചെങ്കിൽ ഉൽപ്പത്തി 15:2 രണ്ടാമത്തെ വിളി ഉറപ്പിന്റെ വിളി. എന്താ? നിനക്കൊത്തിരി യുദ്ധം ഉണ്ടായിരുന്നല്ലേ, പക്ഷെ ഞാൻ നിന്റെ ദൈവമാ. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുക. 17 വിളിച്ചിട്ടുണ്ട് വിശുദ്ധനാകാനുള്ള വിളി. എപ്പോഴാ? അബ്രഹാമിന് 99 വയസ്സായപ്പം. എന്ന് പറഞ്ഞാൽ 75-ാമത്തെ വയസ്സിൽ ആദ്യത്തെ ഇടപെടൽ. ഇപ്പം 24 വർഷം കഴിഞ്ഞു. 24 വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയാം എല്ലാം തികഞ്ഞെന്ന്. ഇനിയിപ്പം കർത്താവ് വന്ന് ആണോ? വർഷം കൂടുന്നതിനനുസരിച്ച് ഉയരേണ്ടതാ വിശുദ്ധിയുടെ അളവ്. അടുത്തത് ഈ 22 ഒരു വിളിയുണ്ട്, സ്നേഹിക്കുന്നതിനെ കൊടുക്കാൻ ഒരു വിളി, പരീക്ഷണത്തിൻ്റെ വിളിയാ. 5-ാമത്തെ വിളി എന്തിൻ്റെതാണെന്നറിയാവോ? വിടുതലിൻ്റെ വിളിയാ. കത്തിക്കും കഴുത്തിനുമിടയിൽ ഒരു വിളിയുണ്ട്, വിടുതലിൻ്റെ വിളി. സ്തോത്രം. അപ്പോൾ ഒരുത്തന് കാണണം. സ്തോത്രം. ഒരുത്തൻ പറയാ ഐ വാണ്ട് ടു സീ സംതിങ്, എനിക്ക് ചിലത് കാണണം. വേറെ ഒരുത്തൻ പറയുന്നു, ഞാൻ ഇനിയും വിവരിക്കുന്നില്ല. 2-ാമത്തവൻ പറയുന്നത് കേട്ടോ, എനിക്ക് ശോധന ചെയ്യണം. ഐ വാണ്ട് ടു ഡൂ സംതിങ്. നീ കുരിശിൻ്റെ വഴിയെ നടക്കണ്ട, നീ മെഴുകുതിരി കത്തിക്കണ്ട, നീയായിട്ടൊന്നും ചെയ്യണ്ട. നിനക്ക് വേണ്ടി കാൽവറിയിൽ മുഴുവൻ തീർന്നിട്ടുണ്ട്, അതുകൊണ്ട് നീയായിട്ടൊന്നും ചെയ്യണ്ട. ചെയ്തതിനെ വിശ്വസിച്ച് സ്വീകരിച്ചാൽ മാത്രം മതി. അപ്പോൾ ഒരുത്തന് കാണണം. വേറൊരുത്തൻ പറയാം എനിക്ക് ചെയ്യണം. ഇനിയും വേറൊരുത്തൻ പറഞ്ഞു കേട്ടോ, ഐ വാണ്ട് ടു എൻജോയ്. ഞാൻ കല്യാണം കഴിച്ചെന്ന്. സ്തോത്രം. എനിക്കെന്ത് ചെയ്യണം? എൻജോയ് ചെയ്യണം, സന്തോഷിക്കണം. എനിക്ക് ചിലതൊക്കെ ഇപ്പോൾ സ്നാനമൊക്കെ സത്യം എന്നറിയാം. ഇച്ചിരി കൂടെ ഒന്ന്, നിങ്ങളീ പറയുന്നതല്ല സത്യം എന്നറിയാം. ഇച്ചിരി കൂടെ ഒന്ന് മൂടാ. ഇന്ന് നിന്റെ ആത്മാവിനെ ദൈവം നിന്നോട് ചോദിച്ചാൽ. അപ്പൊ ദൈവരാജ്യത്തിന് എന്നും 3 തടസ്സമാ. 1 മണ്ണ്, 2 പൊന്നിനെ പോലെ സ്നേഹിക്കുന്ന കാള, 3 പെണ്ണ്. കനകം മൂലം കാമിനി മൂലം കലകം പലവിധ ഉലവിൽ സുലഭം. മണ്ണ്, പൊന്ന്, പെണ്ണ്. ദൈവരാജ്യത്തിൻ്റെ 3 തടസ്സം. കാണണം, കേൾക്കണം, അനുഭവിക്കണം. സ്തോത്രം. കാണാനും കേൾക്കാനും അനുഭവിക്കാനും സുബോധമില്ലാത്ത മനുഷ്യനിങ്ങനെ ഓടി നടക്കുമ്പം ഒരുത്തം പറഞ്ഞു, മണി ഈസ് ദ കീ ടു എവരിത്തിങ്. എല്ലാത്തിൻ്റെ ആധാരം പണവാ. ഇത് ഹാപ്പിനെസ് കംസ് ഫ്രം ദ എക്സ്റ്റേണൽ സോഴ്സസ്. സന്തോഷം വരുന്നതെല്ലാം പുറത്തുനിന്ന്. ഫ്രീഡം ഈസ് ദ കീ ടു എവരിത്തിങ്. എല്ലാത്തിൻ്റെ ആധാര സ്വാതന്ത്ര്യ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്നത് മുഴുവൻ വിറ്റ് നശിപ്പിച്ച ഒരു മോൻ. പക്ഷെ അവന് സുബോധം വന്നു. സുബോധം വന്നപ്പോൾ അവൻ പറയാ, മറ്റാരെക്കാളും എന്നോട് കൃപ കാണിക്കുന്നവരപ്പൻ. ഇന്ന് രാത്രി ആ അപ്പൻ്റെ അടുക്കലേക്ക് എത്ര പേര് ഓടി വരും? കണ്ണടയ്ക്കാം, ബൈബിൾ അടയ്ക്കാം. ശബാരാധന. യെസ്, അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം, തേജോമനായ ദൈവം, നിത്യനായ ദൈവം. ഇന്ന് രാത്രി അവൻ്റെ സാന്നിധ്യം ചിലരെ തൊടുക, അവൻ്റെ ശക്തി ചിലരുടെ മേൽ ഇറങ്ങുക.